Hi friends, welcome to iPlus Training Solutions. നമ്മൾ ഈ സെക്ഷനിൽ കവർ ചെയ്യാൻ പോകുന്ന പോർഷൻ എന്ന് പറയുന്നത് കംപ്ലയൻസ് ആണ്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. സോ ലെറ്റ്സ് മൂവ് അഹെഡ്. എന്താണ് കംപ്ലയൻസ് ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് റോൾ ഇൻ സൈക്കോളജി എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. So what is compliance? Compliance നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഒരു ബിഹേവിയർ ആയിട്ടാണ്. എന്ത് ബിഹേവിയർ? ബിഹേവിയർ in accordance with group pressures without the values and norms of group as our own. Behavior എന്താണ്? Behavior in accordance നമ്മുടെ ഗ്രൂപ്പ് പ്രഷേഴ്സുമായിട്ട് വിത്തൗട്ട് നമ്മുടെ വാല്യൂസ് ആൻഡ് നോംസ് ഓഫ് എ ഗ്രൂപ്പ് ആസ് അവർ ഓൺ. ഇതിനെയാണ് നമ്മൾ കംപ്ലയൻസ് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇവിടെ ഒരു രണ്ടാൾക്കാരുള്ള ഗ്രൂപ്പിൽ ഇത് എൻഷുർ ചെയ്യുന്നത് അവൈലബിലിറ്റി ഓഫ് റിവാർഡാണ്. റിവാർഡ് എൻഷുർ ചെയ്യുന്നതാണ് കംപ്ലയൻസ് എന്ന് പറയുന്നത് ഒരു രണ്ടാൾക്കാരുള്ള ഗ്രൂപ്പിൽ. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇത് സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട് പവർ ഓഫ് ദ ഡോമിനൻറ്റ് പേഴ്സൺ. ഡോമിനൻറ്റ് പേഴ്സൻ്റെ പവറിനെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട് ആൻഡ് റീഅഫേം ചെയ്യുന്നുണ്ട് ഡിപ്പെൻഡൻസ് ഓഫ് ദ വീക്കർ വൺ. രണ്ടാൾക്കാരുള്ള ഗ്രൂപ്പിൽ ഡോമിനൻറ്റ് വണ്ണിൻ്റെ പവർ സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട് ആൻഡ് ഇവിടെ ഡിപ്പെൻഡൻസ് ഓഫ് ദ വീക്കർ വൺ ഓൺ ദ സ്ട്രോങ്ങർ വൺ റീഅഫേമും ചെയ്യുന്നുണ്ട്. ഇവിടെ കംപ്ലയൻസ് എന്ന് നമ്മൾ പറയുന്നത്. റോബർട്ട് സിയാൽഡിനി കൺക്ലൂഡ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ although techniques for gaining compliance may have different forms, they all rest on 6 basic principles: friendship or liking, commitment or consistencies, scarcity, reciprocity, social validation and authority. റോബർട്ട് സിയാൽഡിനി എന്താണ് പറഞ്ഞത് കംപ്ലയൻസിനെ പറ്റി? എല്ലാ ടെക്നീക്സ് ഫോർ റീഗെയിനിങ് അല്ലെങ്കിൽ ഫോർ ഗെയിനിങ് കംപ്ലയൻസിന് ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ടെങ്കിലും ഇത് 6 പ്രിൻസിപ്പിൾസിന് മണ്ടയ്ക്കാണ് റെസ്റ്റ് ചെയ്യുന്നത്. എന്താണ് ഈ 6 പ്രിൻസിപ്പിൾസ്? ഫ്രണ്ട്ഷിപ്പ് ഓർ ലൈക്കിംഗ് ആവാം, കമ്മിറ്റ്മെൻറ്റ് ഓർ കൺസിസ്റ്റൻസി ആവാം, സ്കാർസിറ്റി ആവാം, റെസിപ്രോസിറ്റി ആവാം, സോഷ്യൽ വാലിഡേഷൻ അല്ലെങ്കിൽ അതോറിറ്റിയും ആവാം. കംപ്ലൈ വിത്ത് സമ്മൺ ഇസ് ഓൾമോസ്റ്റ് ലൈക്ക് എഗ്രി വിത്ത് സമ്മൺ. ഓക്കെ, സിമ്പിൾ ടേംസിൽ പറയുകയാണെങ്കിൽ കംപ്ലൈ, ഹി ഹാഡ് ടു കംപ്ലൈ വിത്ത് ദ റൂൾസ്, ഹി ഹാഡ് ടു കംപ്ലൈ. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എഗ്രി ബട്ട് നോട്ട് കംപ്ലീറ്റ്ലി. ഇപ്പോൾ ടാക്ടിക്സ് ബേസ്ഡ് ഓൺ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ലൈക്കിംഗ് ഇൻ കംപ്ലയൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ വാട്ട് ടാക്ടിക്സ് ഡു വി യൂസ് ഇൻ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ലൈക്കിംഗ് ടു മേക്ക് എ പേഴ്സൺ കംപ്ലൈ? ഇവിടെ ഇൻ ജനറൽ വി ആർ മോർ വില്ലിംഗ് to comply with requests from friends or from people than from strangers or from people who we don't like. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് വന്ന് നമ്മളോട് ചോദിക്കണേ, എടാ നോട്ടൊന്ന് എനിക്ക് എഴുതി തരുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഓക്കെ ഫ്രണ്ട് അല്ലേ എന്ന് കരുതി ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ ഒരു കസിൻ നമ്മുടെ അടുത്ത് വന്ന് പറയാണ്, ചേച്ചി ആ ഒരു സഹായം ചെയ്യാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ബിക്കോസ് ഹി ഓർ ഷീ ഈസ് ആ കസിൻ, അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അല്ലെങ്കിൽ അവിടെ ഒരു ലൈക്കിംഗ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ആ ജോബ് ചിലപ്പോൾ ചെയ്യുമായിരിക്കും. അതേസമയം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബാച്ചിലെ ഒരു സ്റ്റുഡൻറ്റ് വന്നിട്ട് ചേച്ചി ഇതൊന്നും ചെയ്യാമോ എന്ന് ചോദിച്ചാൽ വി കൻ ഈസിലി ഡിനൈ, ബിക്കോസ് അവിടെ ഒരു ബോണ്ട് ഇല്ല, ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ല, ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ല, ഒരു ലൈക്കിംഗ് ഇല്ല. സോ യു കൻ ബി ലൈക്ക് നോ ഐ കാൺ ഡു ദിസ്. സോ ഇവിടെ വി ആർ മോർ വില്ലിംഗ് ടു കംപ്ലൈ വിത്ത് റിക്വസ്റ്റ് ഫ്രം അവർ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫ്രം പീപ്പിൾ വി നോ. ഇവിടെ അതുകൊണ്ട് തന്നെ സെവറൽ ടെക്നീക്സ് ആർ യൂസ്ഡ് ഫോർ ഇൻക്രീസിങ് കംപ്ലയൻസ്. നമ്മുടെ കംപ്ലയൻസ് ഇൻക്രീസ് ചെയ്യാൻ പല ടെക്നീക്സ് നമ്മൾ യൂസ് ചെയ്യും. ത്രൂ ലൈക്കിംഗ് ഫോർ മേക്കിംഗ് ഇംപ്രഷൻ ഓൺ അതേഴ്സ്, ബാക്കിയുള്ളവരിൽ ഇംപ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടി ലൈക്കിങ്ങിലൂടെ നമ്മൾ കംപ്ലൈ ചെയ്യിപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യും. ഇവിടെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന അതുപോലൊരു ടെക്നീക്കാണ് കംപ്ലയൻസ് ഗെയിൻ ചെയ്യാൻ. ഇൻ വിച്ച് റിക്വസ്റ്റ് ഇൻക്ലൂഡ് ടാർഗറ്റ് പേഴ്സൺ ടു ലൈക്ക് ദം ദെൻ അറ്റംപ്റ്റ് ടു ചേഞ്ച് ദെയർ ബിഹേവിയർ ഇൻ സം ഡിസൈർഡ് മാനർ. ഇവിടെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് ആദ്യം എന്ന് പറയുന്ന ടാർഗറ്റ് പേഴ്സണിന് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആൾ, ഇപ്പം വേറൊരാൾ എന്നോട് വന്നൊരു സഹായം ചോദിച്ചു. അപ്പോൾ ആ സഹായം ചോദിക്കുന്ന ആ ഒരു പ്രോസസ്സിൽ ഇൻ ടേൺ ഐ വിൽ എൻഡ് അപ്പ് ലൈക്കിംഗ് ദം ആൻഡ് ഐ വിൽ എൻഡ് അപ്പ് കംപ്ലൈയിങ് വിത്ത് ദം. ഇതിനെയാണ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ എന്താണ് ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ടാർഗറ്റ് പേഴ്സൺ ടു ലൈക്ക് ദം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആൻ അറ്റംപ്റ്റ് ടു ചേഞ്ച് ദ ബിഹേവിയർ, ഒരു ഡിസൈർഡ് മാനറിൽ അവരുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റുമാണ് ഇൻറ്റഗ്രേഷനിൽ നടക്കുന്നത്. ഇവിടെ ഇൻ്റഗ്രേഷൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഒരു നമ്പർ ഓഫ് മെനൂവേഴ്സ് ആണ് ത്രൂ വിച്ച് ലോവർ സ്റ്റേറ്റസ് അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് അല്ലെങ്കിൽ വീക്കർ പേഴ്സൺ മേക്സ് ഹിംസെൽഫ് മോർ അട്രാക്റ്റീവ് ഇൻ ദി ഐസ് ഓഫ് ദ ഹയർ സ്റ്റേറ്റസ് പവർഫുൾ പേഴ്സൺ. ഇവിടെ ഇൻ്റഗ്രേഷനിൽ കുറേ മെനൂവേഴ്സ് അല്ലെങ്കിൽ കുറേ വേസ് ഉണ്ട്. എന്താണ്? ത്രൂ വിച്ച് ഇവിടെ ലോവർ സ്റ്റേറ്റസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള വീക്കർ പേഴ്സൺ ഇവിടെ ഹയർ ആയിട്ടുള്ള അല്ലെങ്കിൽ പവർഫുൾ പേഴ്സൺ അല്ലെങ്കിൽ ഹയർ സ്റ്റേറ്റസ് ഉള്ള ആളുടെ മുമ്പിൽ കുറച്ചുകൂടെ അട്രാക്റ്റീവായിട്ട് തോന്നുന്ന രീതിയിലുള്ള മനൂവേഴ്സാണ് ഇൻ്റഗ്രേഷനിൽ നടക്കുന്നത്. ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ബിഹേവിയേഴ്സ് ആണ്. എന്തിന്? ഫോർ ഒബ്റ്റെയിനിങ് ദ സപ്പോർട്ട് അല്ലെങ്കിൽ അപ്രൂവൽ ഓഫ് അതേഴ്സ്. വേറൊരാളുടെ അപ്രൂവൽ അല്ലെങ്കിൽ സപ്പോർട്ട് ഏൺ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സെറ്റ് ഓഫ് ബിഹേവിയേഴ്സിനെയാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഇവിടെ
ഇങ്ങനത്തെ ടെക്നിക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത് കോംപ്ലിമെൻറ്റ് കൊടുക്കുന്നതായിരിക്കാം. ഇപ്പോൾ നമ്മളൊരാളെ കോംപ്ലിമെൻറ്റ് ചെയ്യാണ്, യു ലുക്ക് സോ നൈസ് ടുഡേ എന്ന് പറയുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളോട് ഒരു ലൈക്കിങ് വരും. ബിക്കോസ് ഒബ്വിയസ്ലി ദി അതർ പേഴ്സൺ ടോൾഡ് us that we look nice or that we are a nice person. അപ്പോൾ കോംപ്ലിമെൻറ്റ് തരുന്ന ആൾക്കാർക്ക് അവരുടെ ടുവേർഡ്സ് നമുക്ക് എന്തായാലും ഒരു ഇൻട്രസ്റ്റ് കാണും, അല്ലെങ്കിൽ നമുക്കൊരു ലൈക്കിങ് ഡെവലപ്പ് ആവും. അല്ലെങ്കിൽ ബിഹേവിങ് ഇൻ എ പ്ലീസിങ് മാനർ, ഒരു പ്ലീസിങ് മാനറിൽ ബിഹേവ് ചെയ്യുക, അല്ലെങ്കിൽ എഗ്രീയിങ് വിത്ത് ഓർ കൺഫേമിങ് ടു ദി എക്സ്പ്രസ്ഡ് ഒപ്പീനിയൻ. ഇപ്പം നമ്മുടെ ഒപ്പീനിയനുമായിട്ട് കൺഫേം ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ പറയുകയാണ് അത് ശരിയായില്ലല്ലോ എന്ന് പറയുമ്പോൾ വേറൊരു ഓപ്പോസിറ്റ് പേഴ്സണും അത് ശരിയായില്ല എന്ന് എഗ്രി ചെയ്യുമ്പോൾ അവരുമായിട്ട് നമുക്കൊരു ലൈക്കിങ് അല്ലെങ്കിൽ ഒരു ബോണ്ട് ക്രിയേറ്റ് ആവാൻ സാധ്യതകൾ കൂടുതലാണ്. ഇമാജിൻ നമ്മളുമായിട്ട് ഡിസഗ്രി ചെയ്യുന്ന ഒരാൾ, അവരുമായിട്ട് നമുക്ക് ലൈക്കിങ് ഫോം ആവാൻ സാധ്യതയില്ല. സോ ഇവിടെ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഇവിടെ കോംപ്ലിമെൻറ്റിങ് ആവാം, പ്ലീസിങ് മാനറിൽ ബിഹേവ് ചെയ്യാം. ഇതിലൂടെയൊക്കെ ദ ചാൻസസ് ആർ ദാറ്റ് ദേ വിൽ കംപ്ലൈ വിത്ത് ആർ റിക്വസ്റ്റ്, അല്ലെങ്കിൽ കംപ്ലൈ വിത്ത് എ സർട്ടൻ ബിഹേവിയർ ദാറ്റ് വി വാണ്ട്. പിന്നെ വരുന്നത് ടാക്ടിക്സ് ബേസ്ഡ് ഓൺ കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കൺസിസ്റ്റൻസി. കമ്മിറ്റ്മെൻറ്റ് ബേസിസിൽ അല്ലെങ്കിൽ കൺസിസ്റ്റൻസിയുടെ ബേസിലുള്ള ടാക്ടിക്സ്. ഇവിടെ വെൻ വി ആർ കമ്മിറ്റഡ് ടു ourselves to a position or action, we are not willing to comply with requests for behaviors that are consistent with that position. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ കമ്മിറ്റഡ് ആണ് ടു ourselves അല്ലെങ്കിൽ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഒരു ആക്ഷനോട്. അവിടെ നമ്മൾ വില്ലിംഗ് ആണ് ടു കംപ്ലൈ വിത്ത് ദ സർട്ടൻ നീഡ്സ് ദാറ്റ് കംസ് വിത്ത് ദാറ്റ് പൊസിഷൻ എന്നുള്ളതാണ് ടാക്ടിക്സ് ബേസ്ഡ് ഓൺ കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കൺസിസ്റ്റൻസി എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ അതിൻ്റെ അടിയിൽ വരുന്നതാണ് ഫുട്ട് ഇൻ ദ ഡോർ ടെക്നീക്ക്. ഫുട്ട് ഇൻ ദ ഡോർ ടെക്നീക്ക് ഇവിടെ കമ്മിറ്റ്മെൻറ്റിൻ്റെ അടിയിൽ വരുന്ന ടാക്ടിക്സ് ആണ് ഒരെണ്ണം ഫുട്ട് ഇൻ ദ ഡോർ ടെക്നീക്ക്. ഇതെന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളാണ്. ഇവിടെ സ്മോൾ റിക്വസ്റ്റ് ആർ ഗ്രാൻറ്റഡ് ദെൻ ടു മൂവ് ഓൺ ടു ദ റിക്വസ്റ്റ് ഓഫ് ഹയർ ലെവൽ. ഇവിടെ ആദ്യം ഒരു ചെറിയ റിക്വസ്റ്റ് നമ്മൾ കൊടുക്കും, അത് എഗ്രി ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിലും ഹയർ ആയിട്ടൊരു റിക്വസ്റ്റ് നമ്മൾ ചെയ്യും. ഇവിടെ ഇറ്റ് ഈസ് എ പ്രൊസീജിയർ ഫോർ ഗെയിനിങ് കംപ്ലയൻസ് ഇൻ വിച്ച് റിക്വസ്റ്റേഴ്സ് ബിഗിൻ വിത്ത് എ റിക്വസ്റ്റ് ആൻഡ് ദെൻ വെൻ ദിസ് ഇസ് ഗ്രാൻറ്റഡ് എസ്കലേറ്റ് ടു എ ലാർജർ വൺ. ഇവിടെ ആക്ച്വലി ആഗ്രഹം എന്ന് പറയുന്നത് വലിയൊരു റിക്വസ്റ്റ് ആയിരിക്കും, പക്ഷേ ദേ സ്റ്റാർട്ട് വിത്ത് സ്മോളർ റിക്വസ്റ്റ്. ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് നമ്മുടെ അടുത്ത് ഒരാൾ വന്ന് പറയാണ് can you please give me 10 rupees എന്ന് പറയണം. അത് ആക്ച്വലി ചെറിയൊരു എമൗണ്ടാണ്. അപ്പോൾ നമ്മൾ ആ 10 rupees കൊടുക്കും. കുറച്ച് കഴിയുമ്പോൾ അവർ ചോദിക്കും ആക്ച്വലി എനിക്ക് 100 രൂപയായിരുന്നു വേണ്ട, എനിക്ക് 100 രൂപ തരാമോ എന്ന് ചോദിക്കുമ്പോൾ എന്താ ചെയ്യുക? നമ്മൾ ഓക്കെ 10 കൊടുത്തില്ല, ഇനി 100 കൂടെ കൊടുക്കാൻ 100 കൊടുക്കും. സോ ഇവിടെ ആക്ച്വലി അവർ ഡിസൈർ ചെയ്തിരുന്നത് 100 രൂപയായിരിക്കും, പക്ഷേ ഇവർ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് വളരെ സ്മോളർ റിക്വസ്റ്റ് ആണ്. അതുമായിട്ട് നമ്മൾ കംപ്ലൈ ചെയ്ത് കഴിഞ്ഞല്ലോ. സോ വി ഓൾറെഡി കമ്മിറ്റഡ്. അപ്പോൾ അത് കഴിഞ്ഞ് എന്താ സംഭവിക്കുന്നത്? അത് കഴിഞ്ഞ് നമ്മൾ അടുത്തൊരു ലാർജർ റിക്വസ്റ്റിനോടും യെസ് പറഞ്ഞ് പോവും. ഇതാണ് ഫുട്ട് ഇൻ ദ ഡോർ എന്ന് പറയുന്നത്. ഈ റിസൾട്ട് ഓഫ് മെനി സ്റ്റഡീസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ ഫുട്ട് ഇൻ ദ ഡോർ ടെക്നീക്ക് റിയലി വർക്ക് ചെയ്യുന്നതാണ്. ആൻഡ് ഇതിൻ്റെ എഫക്റ്റീവ്നെസ് സ്റ്റെം ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് ഇൻ പാർട്ട് ഫ്രം ദി ഓപ്പറേഷൻ ഓഫ് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിളാണ്. ഇവിടെ കൺസിസ്റ്റൻസി പ്രിൻസിപ്പിളാലെയാണ് ഈ ഫുട്ട് ഇൻ ദ ഡോർ ടെക്നീക്ക് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ആദ്യം അവർ നമുക്ക് പൈസ തന്നു കഴിയുമ്പോൾ ദേ ആർ ഓൾറെഡി കൺസിസ്റ്റൻറ്റ് ടു അസ്, ദർ ഓൾറെഡി ബിൻ എ കൺസിസ്റ്റൻസി. അപ്പോൾ അത് കഴിഞ്ഞ് എന്താ സംഭവിക്കുന്നത്? അടുത്ത 100 രൂപ അവർ ചോദിക്കുമ്പോൾ നമ്മൾ പറയും ഓക്കെ കഴിഞ്ഞ തവണ നമ്മൾ കൊടുത്തല്ലേ, ഈ തവണയും കൊടുക്കാമെന്ന് വിചാരിക്കും. സോ ഇതാണ് ഈ ഫുട്ട് ഇൻ ദ ഡോർ ടെക്നീക്ക് എന്ന് പറയുന്നത്. This is why it's one of the most effective techniques. Here, the first of these conclusions that the foot in the door technique really works in supported in a fairly dramatic way by a famous study conducted by Friedman and Fraser. Friedman and Fraser ഒരു സ്റ്റഡിക്കകത്ത് പറഞ്ഞത് എന്താണ്? ഫുട്ട് ഇൻ ദ ഡോർ ടെക്നീക്ക് റിയലി എഫക്റ്റീവ് ആണ് ആൻഡ് റിയലി വർക്ക് ചെയ്യുന്നതുമാണ് എന്നാണ് ഫ്രീഡ്മനും ഫ്രേസറും പറഞ്ഞത്. എന്താണ് ഫുട്ട് ഇൻ ദ ഡോർ ടെക്നീക്ക്? ഇവിടെ നമ്മൾ ആദ്യം ഒരു കുഞ്ഞു റിക്വസ്റ്റ് കൊടുക്കും, അത് ഗ്രാൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് വേണ്ട വലിയ റിക്വസ്റ്റ് കൊടുക്കും ആൻഡ് അതും നമുക്ക് ഗ്രാൻറ്റ് ചെയ്ത് കിട്ടും. ഇതാണ് കംപ്ലയൻസിൻ്റെ ഒരു ടാക്ടിക്. ഇവിടെ ഫോർ എക്സാമ്പിൾ ആദ്യം ഇവിടെ വിൽ യു ഹെൽപ്പ് മീ ഷോപ്പ് ഫോർ കേക്ക് ഇൻഗ്രീഡിയൻസ്. കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് ഷോപ്പ് ചെയ്യാൻ നിങ്ങൾ എന്നെ സഹായിക്കുമോ എന്ന് നമ്മളോട് ഒരാൾ ചോദിക്കാം. പറയാം ഷുവർ ഐ ഹെൽപ്പ് യു. അത് കഴിഞ്ഞ് വിൽ യു ഹെൽപ്പ് മീ ബേക്ക് ദ കേക്ക്. ഇപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞു, ഇനി കേക്ക് കൂടെ ബേക്ക് ചെയ്യാൻ സഹായിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഒബ്വിയസ്ലി പറയും ഓക്കെ അത് നമ്മൾ സഹായിക്കാം. വൈ വിൽ വി ഡു ഇറ്റ്? ബിക്കോസ് വി ആർ ഓൾറെഡി കണ്ടീഷൻ ടു തിങ്ക് നമ്മൾ ആദ്യം ഓൾറെഡി യെസ് പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ ഇതിലൂടെ നമുക്ക് അങ്ങ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കും. ഇതാണ് ഫുട്ട് ഇൻ ദ ഡോർ ടെക്നീക്ക്. ഇവിടെ നമ്മളൊരു സ്മോളർ റിക്വസ്റ്റിനെ ഫോളോ അപ്പ് ചെയ്യാണ് ഒരു ഈവൻ ബിഗർ വണ്ണിന് വേണ്ടി, ആൻഡ് ഇവിടെ നമ്മുടെ സബ്ജക്റ്റ് കംപ്ലൈ ചെയ്യുകയാണ്. പിന്നെ വരുന്നത് ലോ ബോൾ പ്രൊസീജിയറാണ്. എന്താണ് ഈ ലോ ബോൾ പ്രൊസീജിയർ? ഈ ടെക്നീക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ കംപ്ലയൻസ് ഗെയിൻ ചെയ്യാനാണ്. ഇവിടെ ഒരു ഓഫർ അല്ലെങ്കിൽ ഒരു ഡീല് ചേഞ്ച് ആക്കുകയാണ് ടു മേക്ക് ഇറ്റ് ലെസ് അട്രാക്റ്റീവ് ടു ദ ടാർഗറ്റ് പേഴ്സൺ ആഫ്റ്റർ
ആഫ്റ്റർ ദിസ് പേഴ്സൺ ഹാസ് അക്സെപ്റ്റഡ് ഇറ്റ്. ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ആ ഓഫറിനെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാണ് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാണ് സ്ലൈറ്റ്ലി നമ്മുടെ ആക്ച്വൽ ഓഫറിലോട്ട്, ആൻഡ് ദ പേഴ്സൺ ജസ്റ്റ് എഗ്രീസ് ഓർ കംപ്ലൈസ് വിത്ത് ഇറ്റ്. ഇവിടെ ആദ്യത്തെ ഓഫർ എന്ന് പറയുന്നത് ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും, രണ്ടാമത് ചേഞ്ച് ചെയ്ത് വരുന്നത് അൺഅട്രാക്റ്റീവ് ആയിരിക്കും, പക്ഷേ ദ പേഴ്സൺ ഓബ്വിയസ്ലി എഗ്രീസ്. ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ നമ്മളൊരു കച്ചവടം ഉറപ്പിക്കുകയാണ്. ആദ്യം നമ്മൾ പറയും ആകെ 200 രൂപയുള്ളൂ അല്ലെങ്കിൽ $200 ഉള്ളൂ. അപ്പോൾ ആൾ പറയും ഓക്കെ ഐ ക്യാൻ ഡു ദിസ് എന്ന് പറയും. 15 മിനിറ്റ് കഴിഞ്ഞ് പറയും സോറി അത് ടാക്സ് എക്സ്ക്ലൂഡ് ചെയ്താണ്, ഇനി കുറച്ചുകൂടെ പൈസ വരും, 400-500 രൂപയും കൂടെ ആവും എന്ന് പറയും, ഇൻക്ലൂഡിങ് ടാക്സസ്. അപ്പോൾ ആൾ പറയും ഓക്കെ കുഴപ്പമില്ല, എന്നാലും ഇറ്റ്സ് ഓക്കെ, ഞാൻ 500 രൂപ തരാം. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇനിഷ്യലി ഉള്ള അട്രാക്റ്റീവ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ 200 റുപ്പീസാണ്. അവിടെ ആൾ എഗ്രി ചെയ്ത് കഴിഞ്ഞ് പിന്നെ ആ ഓഫർ എന്താണ് ചേഞ്ച് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഓൾട്ടർ ചെയ്യുകയാണ് ടു ആൻ അൺഅട്രാക്റ്റീവ് ഓഫർ, ആൻഡ് ഇവിടെ ആൾക്കാർ കംപ്ലൈ ചെയ്ത് പോവുകയാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരു അട്രാക്റ്റീവ് ഓഫർ നമ്മൾ പിച്ച് ചെയ്യുവാണ്, പിന്നെ നമ്മൾ പ്രൈസ് ഇൻക്രീസ് ചെയ്യാണ്. ഇത് യൂഷ്വലി നടക്കുന്നത് സെയിൽസിലാണ്. നമ്മളൊരു കാര്യം ചിലപ്പോൾ വാങ്ങാൻ ചെല്ലുമ്പോൾ ഒരു വലിയ പർച്ചേസ് നടത്തുമ്പോൾ മേ ബി എ കാർ ഓർ മേ ബി എ ബിഗ് ഇൻവെസ്റ്റ്മെൻറ്റ്, അവിടെ ചെല്ലുമ്പോൾ മേ ബി ആദ്യം അവർ പറയുന്ന ഓഫർ ആയിരിക്കില്ല, പിന്നെ നമ്മളൊന്ന് എഗ്രി ചെയ്ത് കഴിഞ്ഞ് പറയുന്നത് ഇവിടെ അവർ ചിലപ്പോൾ ടാക്സസ് ഇൻക്ലൂഡ് ചെയ്യും അല്ലെങ്കിൽ വേറെ മിസലേനിയസ് ആയിട്ടുള്ള എക്സ്പെൻസസ് ഇൻക്ലൂഡ് ചെയ്ത് പറയുമായിരിക്കും. സോ ഇതാണ് ഈ ലോ ബോൾ പ്രൊസീജിയർ എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ വരുന്നത് ബെയ്റ്റ് ആൻഡ് സ്വിച്ച് ടാക്ടിക്. ഇവിടെ എന്താണ് ഈ ഒരു ടെക്നീക്ക് എന്ന് പറയുന്നത്? നമ്മൾ കംപ്ലൈ ചെയ്യുവാണ്, ഇത് ഓഫേഴ്സിന് നടക്കുന്നതാണ്. ചില സമയത്ത് നമ്മൾ ഓഫർ കാണില്ലേ, ഒരു മിക്സിക്ക് 1000 രൂപ അല്ലെങ്കിൽ 2000 രൂപ ഇങ്ങനെ നമ്മൾ ഓഫർ കാണും. നമ്മൾ ഓൺലൈനാണ് വാങ്ങുന്നെങ്കിൽ ആമസോണിൽ കാണും, അല്ലെങ്കിൽ നമ്മൾ ഓഫ്ലൈനാണ് വാങ്ങുന്നെങ്കിൽ ചില കടകളിൽ കാണും. സോ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഐറ്റംസ് ഓഫേർഡ് ഫോർ സെയിൽ ആർ അവൈലബിൾ ഓർ ഓഫ് വെരി ലോ ക്വാളിറ്റി. ദിസ് ലീഡ്സ് കസ്റ്റമേഴ്സ് ടു ബൈ എ മോർ എക്സ്പെൻസീവ് ഐറ്റം ദാറ്റ് ഈസ് അവൈലബിൾ. ഇപ്പം നമ്മൾ നോക്കുകയാണ്, നമ്മൾ ഒരു പാംഫ്ലെറ്റിൽ കാണുകയാണ് മിക്സിക്ക് 1000 രൂപയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ അതെന്നാൽ പോയി നോക്കണമല്ലോ, എനിക്ക് മിക്സി അത്യാവശ്യമാണ്, സോ വിൽ ഗോ ടു ദ ഷോപ്പ് ആൻഡ് സീ. അവിടെ ചെല്ലുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 1000 രൂപയുടെ മിക്സി ഉണ്ട്, പക്ഷേ ഇറ്റ്സ് നോട്ട് ഓഫ് ഗുഡ് ക്വാളിറ്റി, ഇറ്റ്സ് നോട്ട് ദ ബെസ്റ്റ്. അപ്പം നമ്മൾ എന്താ ചെയ്യുക? അപ്പോൾ അവിടുത്തെ ആൾക്കാർ നമ്മളോട് പറയും ഒരു കാര്യം ചെയ്യും, ഇത് നോക്ക്, ഇത് 2000 രൂപയേ ഉള്ളൂ, ഒരു 1000 രൂപ എക്സ്ട്രാ ആണ്, ബട്ട് ദിസ് ഇസ് എ ബെറ്റർ വൺ എന്ന് പറയും. അവിടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദാറ്റ് ഇസ് എ ബെറ്റർ വൺ. സോ ഇവിടെ നമ്മൾ കംപ്ലൈ ചെയ്ത് രണ്ടാമത്തെ ഓഫർ വാങ്ങുകയാണ് അല്ലെങ്കിൽ രണ്ടാമത്തെ മിക്സി വാങ്ങുകയാണ്. സോ ഈ ഒരു ഓഫറിനെയാണ് അല്ലെങ്കിൽ ഈ ഒരു ടാക്ടിക്കിനെയാണ് ഇവിടെ ബെയ്റ്റ് ആൻഡ് സ്വിച്ച് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ചൂണ്ടയിട്ട് കൊടുക്കുകയാണ്, എന്നിട്ട് നമ്മളത് സ്വിച്ച് ചെയ്യുകയാണ്. ദിസ് ഇസ് ബെയ്റ്റ് ആൻഡ് സ്വിച്ച് ടാക്ടിക് എന്ന് നമ്മൾ പറയും. ഇവിടെ ഫോർ ഇൻസ്റ്റൻസ് എന്താ സംഭവിക്കുന്നത്? കസ്റ്റമറിനോട് നമ്മൾ പറയാണ് 200 രൂപയേ ഉള്ളൂ, അഡ്വർടൈസ്മെൻറ്റിൽ നമ്മൾ പറയാണ് 200 രൂപയേ ഉള്ളൂ. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കസ്റ്റമർ പോയി കഴിയുമ്പോൾ ഇത് സ്വിച്ച് ചെയ്യുകയാണ് ഒരു ഓൾട്ടർനേറ്റീവ് പ്രോഡക്റ്റിനോട് വിച്ച് ഇസ് സിമിലർ ടു ദ എക്സാക്ട് പ്രോഡക്റ്റ്, പക്ഷേ ബെറ്റർ ഇൻ ക്വാളിറ്റി ആൻഡ് കോസ്റ്റ് എ ലോട്ട് മോർ. ഇവിടെ കസ്റ്റമർ കൺവിൻസ് ആവുകയാണ് ഓൾട്ടർനേറ്റീവ് പ്രോഡക്റ്റ് വാങ്ങാൻ, ആൻഡ് കസ്റ്റമറിന് ലോസ് ആണ്, പക്ഷേ പ്രോഫിറ്റ് നമ്മുടെ അതായത് നമുക്കിത് വിറ്റ ആൾക്കാർക്ക് അല്ലെങ്കിൽ സെല്ലേഴ്സിന് ഇവിടെ പ്രോഫിറ്റ് ആണ്. സോ വി കംപ്ലൈ വിത്ത് ദ ഓഫർ. അപ്പോൾ ഇതിനെയാണ് ബെയ്റ്റ് ആൻഡ് സ്വിച്ച് ടാക്ടിക് എന്ന് നമ്മൾ പറയുന്നത്. ആദ്യം കാണിച്ച ഓഫറിനെ നമ്മൾ എന്താ ചെയ്യുന്നത്? അത് അവൈലബിൾ ആണെങ്കിലും അത് ലോ ക്വാളിറ്റി ആയിരിക്കും, ഓർ അവിടെ നമ്മൾ സ്വിച്ച് ചെയ്യുകയാണ് ടു എ ബെറ്റർ ഓപ്ഷൻ. പിന്നെ വരുന്നത് ടാക്ടിക്സ് ബേസ്ഡ് ഓൺ റെസിപ്രോസിറ്റി ആണ്. ഇപ്പോൾ വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ വേരിയബിൾസ് ഇൻഫ്ലുവൻസിങ് നമ്മുടെ അട്രാക്ഷൻ ടുവേർഡ്സ് അതർ പേഴ്സൺ എന്ന് പറയുന്നത് ആ ആൾക്ക് നമ്മളെ പറ്റി എന്ത് തോന്നുന്നു. ഇപ്പം നമ്മളെ ഇഷ്ടമുള്ള ആൾക്കാരുടെ അടുത്തായിരിക്കും നമുക്ക് കുറച്ചുകൂടെ മിണ്ടാൻ താല്പര്യം അല്ലേ, ആൻഡ് വി നോ ഹൂ ഡസൻറ്റ് ലൈക്ക് അസ്, അല്ലെങ്കിൽ അവർക്ക് നമ്മളെ വലിയ താല്പര്യമില്ല എന്ന് നമുക്ക് അറിയാമായിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് റെസിപ്രോസിറ്റിയാണ്. അവർ നമ്മളോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് ആൻഡ് ഡു ദേ ലൈക്ക് അസ് എന്നുള്ളത്. ഇവിടെ ഫ്രണ്ട്ഷിപ്സ് സ്ട്രെങ്തൻ ആവുന്നത് എങ്ങനെയാണ്? മ്യൂച്വൽ റെസ്പെക്റ്റ്, ഇൻട്രസ്റ്റ്, അട്രാക്ഷൻ, ഇതിലൂടെയാണ് ഫ്രണ്ട്ഷിപ്പ് സ്ട്രെങ്തൻ ആവുന്നത്. വൺ വേ റിലേഷൻഷിപ്പ് ഇൻവോൾവിംഗ് ലാക്ക് ഓഫ് റെസിപ്രോക്കൽ അട്രാക്ഷൻ ഇസ് നോട്ട് ലൈക്ലി ടു കണ്ടിന്യൂ. ഇപ്പോൾ റെസിപ്രോക്കൽ ആയിട്ടുള്ള അട്രാക്ഷൻ ഇല്ലാത്തൊരു സ്ഥലം അല്ലെങ്കിൽ ഇല്ലാത്തൊരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ ഇവിടെ സാധ്യതകളില്ല. സോ ഇവിടെ ടാക്ടിക്സ് ബേസ്ഡ് ഓൺ റെസിപ്രോസിറ്റിയിൽ ഇവിടെ റെസിപ്രോസിറ്റിയാണ് അല്ലെങ്കിൽ റെസിപ്രോക്കൽ ബിഹേവിയറിലാണ് ഇവിടെ കംപ്ലയൻസ് നടക്കുന്നത്. ഇവിടെ ആദ്യത്തെ ഒരു ടാക്ടിക് എന്ന് പറയുന്നത് ഡോർ ഇൻ ദ ഫേസ് ടെക്നീക്കാണ്. ഡോർ ഇൻ ദ ഫേസ് ടെക്നീക്ക് ഇവിടെ എന്താണ്? ഈ പ്രൊസീജിയറിൽ റിക്വസ്റ്റർ ആദ്യം ഒരു ലാർജ് റിക്വസ്റ്റ് ചോദിക്കും, ആൻഡ് അത് റെഫ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു സ്മോളർ റിക്വസ്റ്റ്, അവർ ആക്ച്വലി ഡിസയർ ചെയ്ത സ്മോളർ റിക്വസ്റ്റ് ചോദിക്കും. ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് ഒരാളോട് നമ്മൾ പറയാം എടി എൻ്റെ പ്രാക്ടിക്കൽ ഒന്ന് എഴുതി തരുമോ എന്ന് ചോദിക്കാം. അപ്പോൾ അവർ പറയില്ല എനിക്കത് പറ്റില്ല എന്ന് പറയുമ്പോൾ അടുത്ത നമ്മൾ ചോദിക്കാൻ പോകുന്നത് എന്നാൽ നിൻ്റെ പ്രാക്ടിക്കൽ ഒന്ന് തരുമോ, ഞാനൊന്ന് നോക്കി എഴുതിക്കോട്ടെ. അപ്പോൾ അവരത് സമ്മതിക്കും. ആക്ച്വലി നമുക്ക് വേണ്ടിയിരുന്നത് അവരുടെ പ്രാക്ടിക്കൽ
നോക്കി എഴുതാനാണ്. പക്ഷെ നമ്മൾ ആദ്യം ഒരു വലിയ റിക്വസ്റ്റാണ് കൊടുത്തത്, ദാറ്റ് ക്യാൻ യു റൈറ്റ് മൈ പ്രാക്ടിക്കൽ ഫോർ മീ, ആൻഡ് ദേ സെഡ് നോ. അത് നോ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അടുത്തത് ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യും, ദാറ്റ് ക്യാൻ ഐ ടേക്ക് യുവർ പ്രാക്ടിക്കൽ ആൻഡ് കോപ്പി ഫ്രം ഇറ്റ് എന്ന് ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ദിസ് ഈസ് വർക്കിംഗ് ഓൺ ആർ സിമ്പതി. അല്ലെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇത് ആദ്യം നോ പറഞ്ഞ ആൾക്ക് രണ്ടാമത് നോ പറയാൻ ഒബ്വിയസ്ലി മടിയായിരിക്കും. ബിക്കോസ് ഇഫ് ഇറ്റ്സ് ടു എ ഫ്രണ്ട് ഒബ്വിയസ്ലി മടിയായിരിക്കും. സോ അവരെന്ത് പറയുക, ഓക്കെ ടു ദ നെക്സ്റ്റ് നീഡ്. അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം നോ പറഞ്ഞ് രണ്ടാമത്തെ ഒരു കാര്യം വിച്ച് ദേ ഡിസൈഡ് ഓൾ അലോങ് അതിനോട് യെസ് പറയുക, അല്ലെങ്കിൽ കംപ്ലൈ ചെയ്യുക. ഇതാണ് ഡോർ ആൻഡ് ഫേസ് ടെക്നീക്ക് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇൻ എൻ ഇനിഷ്യൽ സ്റ്റഡി സിയാൽഡിനെയും സിയാൽഡിൻ്റെ കൊളീഗ്സും കോളേജ് സ്റ്റുഡൻസിനെ സ്റ്റോപ്പ് ചെയ്തു സ്ട്രീറ്റിൽ. എന്നിട്ട് ഇവരെ റെപ്രസെൻറ്റ് ചെയ്തു ഒരു ജൈജാൻറ്റിക് റിക്വസ്റ്റ് ആയിട്ട്. എന്തായിരുന്നു ഈ ജൈജാൻറ്റിക് റിക്വസ്റ്റ്? അവർ എഗ്രി ചെയ്യുമ്പോൾ ഒരു നോൺ പെയ്ഡ് കൗൺസിലർ ഫോർ ജുവനൈൽ ഡെലിക്വൻ്റ് ആയിട്ട് 2 hours a week for 2 years പീരീഡ് വർക്ക് ചെയ്യാൻ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് അവർ കൊടുത്തു. ആൻഡ് ഒബ്വിയസ്ലി ദേ സെഡ് നോ. നോ പറഞ്ഞു കഴിഞ്ഞ് ദേ ഗേവ് ദം എ സ്മോളർ മോർ അണ്ടർസ്റ്റാൻഡബിൾ റിക്വസ്റ്റ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ ആദ്യം ഒരു ജൈജാൻറ്റിക് ആയിട്ടുള്ള റിക്വസ്റ്റ് കൊടുത്തു. എങ്ങനെയാണ്, ജുവനൈൽ ഡെലിക്വൻസിൻ്റെ കൂടെ ഇവിടെ നോൺ പെയ്ഡ് ആയിട്ടുള്ള കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഫോർ 2 hours a week, ഒരാഴ്ച 2 hours, ആൻഡ് ഇവിടെ 2 years പീരീഡാണ്. ഇങ്ങനെ ഒരു ജൈജാൻറ്റിക് ഇവിടെ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞ് ദെൻ ദേ ഗേവ് എ ഷോർട്ടർ റിക്വസ്റ്റ്. ജൈജാൻറ്റിക് റിക്വസ്റ്റിനോട് നോ പറഞ്ഞു കഴിഞ്ഞ് ദേ സെഡ് യെസ് ടു ദ സ്മോളർ റിക്വസ്റ്റ്. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്, ആദ്യം ഒരു റിക്വസ്റ്റ് ചെയ്യുന്ന കാര്യം വളരെ വലിയൊരു കാര്യമായിരിക്കും. പിന്നെ അതിനോട് നോ പറഞ്ഞു കഴിഞ്ഞ് അടുത്ത് അല്ലെങ്കിൽ ചെറിയൊരു റിക്വസ്റ്റിനോട് കംപ്ലൈ ചെയ്യുന്നതാണ് ഡോർ ആൻഡ് ഫേസ് ടെക്നിക്ക് എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് ആദ്യം നമ്മൾ ചോദിക്കുകയാണ്, എനിക്കൊരു 100 രൂപ തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആൾ പറയും നോ ഐ ഡോണ്ട് ഹാവ് ദാറ്റ് മച്ച്. അത് കഴിഞ്ഞ് ചോദിക്കുകയാണ്, ഓക്കെ എനിക്ക് എന്നാൽ ഒരു 10 രൂപ തരുമോ? അപ്പോൾ അവർ പറയും യാ ഷുവർ. ആക്ച്വലി നമുക്ക് 10 രൂപ മതിയായിരിക്കും, പക്ഷേ ആദ്യം നമ്മൾ ചോദിക്കുന്നത് 100 രൂപയാണ്. അതിനോട് നോ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ 10 രൂപ നമ്മുടെ ആക്ച്വൽ നീഡ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുകയാണ്. ഇവിടെ ഡോർ ഇൻ ദ ഫേസ് ടെക്നീക്കാണ്. ഇവിടെ എന്താണ്, ഒരു എക്സ്ട്രാ വാഗൻറ്റ് റിക്വസ്റ്റിനെ നമ്മൾ ഫോളോ ചെയ്യുവാണ് ഒരു റീസണബിൾ വൺ ആയിട്ട്. ആൻഡ് ഇവിടെ ആൾക്ക് ഗിൽറ്റി കോൺഷ്യസ് വരും ആൻഡ് ദേ വിൽ കംപ്ലൈ വിത്ത് ദ റിക്വസ്റ്റ്. പിന്നെ വരുന്നത് ദാറ്റ് ഇസ് നോട്ട് ഓൾ ടെക്നീക്ക്. ഈ ദാറ്റ് ഇസ് നോട്ട് ഓൾ ടെക്നീക്ക് എന്ന് പറയുന്നത് കംപ്ലയൻസ് ഗെയിൻ ചെയ്യാനാണ്. ആൻഡ് ഇവിടെ റിക്വസ്റ്റർ ഓഫർ ചെയ്യും അഡീഷണൽ ബെനിഫിറ്റ് ടു ടാർഗറ്റ് പേഴ്സൺ ബിഫോർ ദേ ഹാവ് ഡിസൈഡഡ് വെദർ ടു കംപ്ലൈ വിത്ത് ഓർ റിജക്ട് സ്പെസിഫിക് റിക്വസ്റ്റ്. റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യണോ അതോ അക്സെപ്റ്റ് ചെയ്യാതിരിക്കണോ എന്ന് ആൾ ഡിസൈഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവരുടെ മുമ്പിൽ കുറേ ഓപ്ഷൻസ് കൊടുക്കുകയാണ്. ഇത് യൂഷ്വലി ഇൻറ്റേൺഷിപ്സിനൊക്കെ കണ്ടുവരുന്നൊരു കംപ്ലയൻസ് ടാക്ടിക്കാണ്. ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് ഒരു ഇൻറ്റേൺഷിപ്പിന് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടില്ല എടുക്കണോ വേണ്ടിയോ. അപ്പോൾ അവർ പറയാണ് ആക്ച്വലി ഈവൻ ദോ ദിസ് ഇസ് നോൺ പെയ്ഡ്, ഇതല്ലാതെ തന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും, നിങ്ങൾക്ക് കുറേ ബോണസ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ ലെറ്റേഴ്സ് കിട്ടും, നിങ്ങൾക്ക് കുറേ ഇൻസെൻറ്റീവ്സ് കിട്ടും. ഇങ്ങനെ നമ്മുടെ മുമ്പിൽ കുറേ ഓപ്ഷൻസ്. ദാറ്റ് ഇസ് നോട്ട് ഓൾ, ഇറ്റ് ഈസ് നോട്ട് ദി ഓൺലി തിങ്, ദർ ഇസ് എ ലോട്ട് മോർ എന്ന രീതിയിൽ നമ്മുടെ മുമ്പിൽ കുറേ ഓപ്ഷൻസ് നിരത്തിയാണ് ഈവൻ ബിഫോർ വി കംപ്ലൈ വിത്ത് സംതിങ്. ഇതിനെയാണ് ദാറ്റ് ഇസ് നോട്ട് ഓൾ ടെക്നിക്ക് എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ ഒരു ഇനിഷ്യൽ റിക്വസ്റ്റ് ഇസ് ഫോളോഡ് ബിഫോർ ദ ടാർഗറ്റ് person can make up his or her mind to say yes or no by something that sweetens the deal, a small extra incentive from the person using the tactic. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ എംപ്ലോയർ അല്ലെങ്കിൽ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതിന് മുമ്പേ അവർ പറയുകയാണ് ആക്ച്വലി നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇൻസെൻറ്റീവ് ഉണ്ട്, യു ക്യാൻ ചൂസ് യുവർ വർക്ക് അവേഴ്സ്, ഇത്രയും അവേഴ്സ് ചെയ്താൽ മതി, പക്ഷേ യു ക്യാൻ ചൂസ് ഇറ്റ്, യു ക്യാൻ ടേക്ക് ലീവ്സ് ഓൺ ദീസ് മെനി ഡേയ്സ്, പബ്ലിക് ലീവ്സ് ഉണ്ട്, നിങ്ങൾക്ക് ഞങ്ങൾ റെക്കമെൻഡേഷൻ ലെറ്റർ തരും, അല്ലെങ്കിൽ ഇതല്ലാതെയും പല ഇൻസെൻറ്റീവ്സ് ഉണ്ട് എന്ന് നമുക്ക് ഓഫർ ചെയ്യാണ് ഈവൻ ബിഫോർ വി സെഡ് യെസ് ഓർ നോ. എന്തിനാണ് തരുന്നത്, സോ ദാറ്റ് വി കംപ്ലൈ വിത്ത് ദെയർ റിക്വസ്റ്റ്. ഇതിനെയാണ് ദാറ്റ് ഇസ് നോട്ട് ഓൾ ടെക്നിക്ക് എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ വരുന്ന റെസിപ്രോസിറ്റി പ്രിൻസിപ്പിളാണ്. അതായത് വെൻ പീപ്പിൾ ഫീൽ ദാറ്റ് ദേ ആർ ഇൻ എ ബോണ്ട് വിത്ത് അനദർ പേഴ്സൺ, നോ മാറ്റർ ഹൗ ട്രിവിയൽ, ദേ ഓഫൻ ഫീൽ ദാറ്റ് ദേ ഓ ദിസ് പേഴ്സൺ സം കൺസിഡറേഷൻസ് സിംപ്ലി ബിക്കോസ് ദ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്, ബേസിക് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്സ് പോലും റെസിപ്രോസിറ്റി പ്രിൻസിപ്പിളാണ്. ഇപ്പോൾ നമ്മുടെ നെയ്ബർ ആയിക്കോട്ടെ, അവരുമായിട്ട് നമുക്കൊരു ഇൻറ്റൻസ് ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ ഇൻറ്റൻസ് റിലേഷൻഷിപ്പോ കാണില്ല, പക്ഷേ ബിക്കോസ് ദേ ആർ ആർ നെയ്ബർ ആൻഡ് ബിക്കോസ് വി ഹാവ് എ സ്മോൾ ഫ്രണ്ട്ഷിപ്പ്, അവർ ചോദിക്കുന്ന എന്തൊരു കാര്യമായിക്കോട്ടെ അതുമായിട്ട് എഗ്രി ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ, ഫ്രണ്ട്സ് ഹെൽപ്പ് ഫ്രണ്ട്സ് വെൻ ദേ നീഡ് അസിസ്റ്റൻസ് ആൻഡ് പേഴ്സൺ ഹു പെർസീവ് ദംസെൽസ് ആർ സിമിലർ ഇൻ സം മാനർ മേ ഫീൽ ദാറ്റ് ദേ ഷുഡ് ഹെൽപ്പ് വൺ അനദർ വെൻ ദേ നീഡ് അറൈസസ്. ഇപ്പോൾ
എൻ്റെ 2 മ്യൂച്വൽ ഫ്രണ്ട്സിൽ ഒരാൾ ഇപ്പോൾ ബി ആൻഡ് സി എന്ന് കരുതിക്കോ. അപ്പോൾ ബിക്ക് ഒരു ആവശ്യം വന്നു, സി ഹെൽപ്പ് ചെയ്യുകയാണ്. ബിയും ഞാനും തമ്മിൽ വലിയൊരു ബന്ധം കാണില്ല, പക്ഷെ സി ഹെൽപ്പ് ചെയ്തില്ലേ, അതുകൊണ്ട് ഞാനും ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യണം, ബിക്കോസ് ഹീ ഈസ് ഓൾസോ മൈ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ഞാനും ഹെൽപ്പ് ചെയ്തേക്കാം. ഇതാണ് റെസിപ്രോസിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്. ഒരു ബേസിക് ഒരു ലൈക്കിങ്, ഒരു ബേസിക് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളപ്പോഴും വി ആർ മോർ ലൈക്ലി ടു കംപ്ലൈ വിത്ത് ദ നീഡ്സ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഫോർ ഇൻസ്റ്റൻസ് ചില സമയത്ത് ഇപ്പം നമ്മുടെ ബർത്ത്ഡേസ് അല്ലെങ്കിൽ നമ്മുടെ പാർട്ടീസിന് നമ്മൾ പോയി ഒരു ഗിഫ്റ്റ് കൊടുക്കത്തില്ല. ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അടുത്ത ആൾ എന്താ ചെയ്യുന്നത്, അയ്യോ ഇനി ഇപ്പം ഈ ആളുടെ ബർത്ത്ഡേ ആണ് നടക്കുന്നത് ആൻഡ് ഇവിടെ ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞല്ലോ, അപ്പോൾ ഇവർ രണ്ടുപേരും ഈ പേഴ്സൻ്റെ ബർത്ത്ഡേക്ക് വരുമ്പോൾ എന്താ ചെയ്യുക, അവർ ഗിഫ്റ്റ് കൊണ്ടുവരും. വൈ? ബിക്കോസ് ദിസ് പേഴ്സൺ ഹാസ് ഓൾറെഡി റെസിപ്രോക്കലി ഗിവൻ ദം എ ഗിഫ്റ്റ് ആൻഡ് ഇവിടെ ദേ ഹാവ് ടു റെസിപ്രോക്കേറ്റ് ഇറ്റ് ബൈ ഗിവിങ് ഹിം ബാക്ക് എ ഗിഫ്റ്റ്. അപ്പോൾ ഇവിടെ ഇതാണ് ഈ റെസിപ്രോസിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഒരു ബേസിക് ഒരു കാര്യമുള്ളപ്പോൾ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഒരു ലൈക്കിങ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളപ്പോൾ the chances are we are more likely to comply with their needs or comply with their requirements. പിന്നെ വരുന്നത് ഫുട്ട് ഇൻ ദ മൗത്ത് ടാക്ടിക് ആണ്. നമ്മൾ ഫുട്ട് ഇൻ ദ ഡോർ കണ്ടു, കൺഫ്യൂസ് ചെയ്യല്. ഇതാണ് ഫുട്ട് ഇൻ ദ മൗത്ത് ടാക്ടിക്. എന്താണ് ഈ ഫുട്ട് ഇൻ ദ മൗത്ത് ടാക്ടിക്? ഇതെന്ന് പറയുന്ന ഒരു പ്രൊസീജിയറാണ് കംപ്ലയൻസ് ഗെയിൻ ചെയ്യാൻ. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ റിക്വസ്റ്റർ എസ്റ്റാബ്ലിഷ് ചെയ്യും ഒരു കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ്, നോ മാറ്റർ ഹൗ ട്രിവിയൽ. ചിലപ്പോൾ വളരെ ചെറിയൊരു റിലേഷൻഷിപ്പ് ആയിരിക്കും, അത് എസ്റ്റാബ്ലിഷ് ചെയ്യും ടാർഗറ്റ് പേഴ്സണുമായിട്ട്. ആൻഡ് ഇത് ഇൻക്രീസ് ചെയ്യുന്നത് ആളുടെ ഫീലിംഗ് ആണ് ഓർ ഒബ്ലിഗേഷൻ ടു കംപ്ലൈ ആണ്. ഇപ്പം നമ്മൾ ഒരാളുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിയുവാണെങ്കിൽ അവർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു തോന്നൽ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു ആഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത് ഇവിടെ, അവരിൽ ഇൻക്രീസ് ആവുകയാണ് ആ പേഴ്സൻ്റെ ഫീലിംഗ് അല്ലെങ്കിൽ ഒബ്ലിഗേഷൻ ടു കംപ്ലൈ വിത്ത് ആ നീഡ്സ്. അങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പിൽ യൂഷ്വലി കാര്യങ്ങൾ വർക്ക് ഔട്ട് ആവുന്നത്. ബ്രീഫ്ലി ഇത് ഇൻവോൾവ് ചെയ്യുന്നത് ഒരു റിക്വസ്റ്റർ എസ്റ്റാബ്ലിഷ് ചെയ്യാണ് ഒരു കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ്. അത് ചിലപ്പോൾ വളരെ ചെറിയ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും വിത്ത് ദ ടാർഗറ്റ് പേഴ്സൺ. എന്നിട്ട് ഇൻക്രീസിങ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ടാർഗറ്റിൻ്റെ ഫീലിംഗ് ആണ്. ഇവിടെ 1 അല്ലെങ്കിൽ 2 എന്ന് 2 ആൾക്കാരെ എടുക്കുക. ഇപ്പം ഞാനും 2ഉം തമ്മിൽ നല്ലൊരു ബന്ധം ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വളരെ ചെറിയൊരു ബന്ധമായിരിക്കും. അപ്പോൾ ആ ഒരു ബന്ധത്തിൻ്റെ പുറത്ത് 2 ബിക്കംസ് ഒബ്ലൈജ്ഡ് ടു കംപ്ലൈ വിത്ത് മൈ നീഡ്സ് അല്ലെങ്കിൽ ടു കംപ്ലൈ വിത്ത് മൈ റിക്വസ്റ്റ്. ഇതിനെയാണ് ഫുട്ട് ഇൻ ദ മൗത്ത് ടാക്ടിക് എന്ന് നമ്മൾ പറയുന്നത്. അത് വളരെ ചെറിയൊരു റിലേഷൻഷിപ്പും ആയിരിക്കാം, വളരെ ട്രിവിയൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം, ബട്ട് ഹി ഹാസ് ടു കംപ്ലൈ വിത്ത് മൈ റിക്വസ്റ്റ് ബിക്കോസ് ഓഫ് ദാറ്റ് സർട്ടൻ റിലേഷൻഷിപ്പ്. ഇനി ടാക്ടിക്സ് ബേസ്ഡ് ഓൺ സോഷ്യൽ വാലിഡേഷനെ ബേസ് ചെയ്തുള്ള ടാക്ടിക്സ്. ഇവിടെ ഇറ്റ് ഈസ് എ സൈക്കോളജിക്കൽ ഫിനോമിനൻ where one or more passive individuals follow or conform to the actions of others within a group. ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇവിടെ 1-2 പാസീവ് ഇൻഡിവിജ്വൽസ് ഇവിടെ ഗ്രൂപ്പിനകത്തുള്ള ബാക്കിയുള്ളവരുടെ ആക്ഷൻസുമായിട്ട് കൺഫേം ചെയ്യുകയാണ് അല്ലെങ്കിൽ അതുമായിട്ട് ഒത്തുപോവുകയാണ്. ഇൻ എ സൈക്കോളജിക്കൽ കോണ്ടെക്സ്റ്റ് 1 or more people എക്സാമ്പിൾ സെറ്റ് ചെയ്യുകയാണ് ഒരു ബിഹേവിയറിന് ആൻഡ് ഇത് ലീഡ് ചെയ്യുന്നത് സെക്കൻഡ് ഗ്രൂപ്പ് ഓഫ് 1 or more പീപ്പിളിനെ അത് ഫോളോ ചെയ്യാൻ. ഇപ്പോൾ ചില സമയത്ത് നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷൻ ഇരിക്കുകയാണ്. അപ്പോൾ ഗ്രൂപ്പ് ഡിസ്കഷൻ ഇരിക്കുമ്പോൾ 2-3 ആൾക്കാർ സംസാരിക്കുകയാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യുക, അപ്പോൾ നമ്മൾ വിചാരിക്കും ഞാനും സംസാരിക്കണ്ടേ, ഞാനും എന്തെങ്കിലും പോയിന്റ്സ് ഒക്കെ പറയണ്ടേ. ഇതിനെയാണ് ഇവിടെ ടാക്ടിക്സ് ബേസ്ഡ് ഓൺ സോഷ്യൽ വാലിഡേഷൻ എന്ന് പറയുന്നത്. ബാക്കിയുള്ളവർ കാണിക്കുന്ന പോലെ തന്നെ നമ്മൾ കൺഫേം ചെയ്യുക അല്ലെങ്കിൽ അതുമായിട്ട് നമ്മൾ ഒത്തുപോകുക. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ വി ഓഫൻ കംപ്ലൈ വിത്ത് റിക്വസ്റ്റ് ദാറ്റ് വി വ്യൂ ആസ് ബീങ് കൺസിസ്റ്റൻറ്റ് വിത്ത് വാട്ട് പീപ്പിൾ സിമിലർ ടു ourselves ആർ ഡൂയിങ്. ഇപ്പം നമ്മളൊരു പുതിയ സെറ്റിങ്ങിൽ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ബാക്കിയുള്ള നമ്മുടെ കൊളീഗ്സ് എന്ത് ചെയ്യുന്നോ അതുമായിട്ട് കംപ്ലൈ ചെയ്യുക, അല്ല അതുമായിട്ട് ഒത്തുപോകാനല്ലേ നമ്മൾ ശ്രമിക്കുകയുള്ളൂ. ഇതിനെയാണ് ടാക്ടിക്സ് ബേസ്ഡ് ഓൺ സോഷ്യൽ വാലിഡേഷൻ നമ്മൾ പറയുന്നത്. ഈ ടെക്നിക് ക്ലോസ്ലി റിലേറ്റഡ് ആണ് ടു കൺഫേമിറ്റി ആൻഡ് എസ്പെഷ്യലി ടു ഇൻഫർമേഷണൽ സോഷ്യൽ ഇൻഫ്ലുവൻസിനോടും കൺഫേമിറ്റിയോടും വളരെ ചേർന്ന് പോകുന്നൊരു ടാക്ടിക്കാണ് ടാക്ടിക് ബേസ്ഡ് ഓൺ സോഷ്യൽ വാലിഡേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഇൻഡിവിജ്വൽസ് ആർ മോർ ലൈക്ലി, ഇപ്പോൾ ടാക്ടിക്സ് ബേസ്ഡ് ഓൺ അതോറിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. ഇൻഡിവിജ്വൽസ് ആർ മോർ ലൈക്ലിയർ ടു കംപ്ലൈ ഇഫ് an authority endorses the product. The authority can be an actual authority figure such as a medical doctor endorsing a vitamin supplement or simply a celebrity. ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് ഇപ്പോഴത്തെ ഏതൊരു ബ്രാൻഡ് എടുത്തോട്ടെ, ഇപ്പോൾ ഒരു സ്കിൻ കെയർ ബ്രാൻഡ് എടുത്തു, അപ്പോൾ അവരുടെ ഒരു ടാഗ് ലൈനിൽ കാണും സജസ്റ്റഡ് ബൈ ഡെർമറ്റോളജിസ്റ്റ്, അല്ലെങ്കിൽ ഈ ഒരു ഡെർമറ്റോളജിസ്റ്റ് അത് സജസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഡെർമറ്റോളജിസ്റ്റ് കൂടെയാണ് ഇതുണ്ടാക്കിയ
എന്നൊക്കെയുള്ള ഒരു ടാഗ് കാണുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക, ഓ അവർ അതോറിറ്റി ഫിഗേഴ്സാണ്, അവർക്കറിയാമായിരിക്കുമല്ലോ, അപ്പോൾ നമ്മളത് വാങ്ങും അല്ലെങ്കിൽ നമ്മളതുമായിട്ട് കംപ്ലൈ ചെയ്യും. സോ ഇതാണ് ടാക്ടിക്സ് ബേസ്ഡ് ഓൺ അതോറിറ്റി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ലൈക്ലിയർ ആണ് ടു കംപ്ലൈ ഇഫ് ദ ഫിഗർ ഹൂസ് സജസ്റ്റിംഗ് ഇറ്റ് ഇസ് എൻ അതോറിറ്റി ഫിഗർ. ഇപ്പം നമ്മുടെ അടുത്ത് ഡോക്ടർ പറയുകയാണ് ആക്ച്വലി ഈ ക്രീമാണ് ബെറ്റർ എന്ന് നമ്മുടെ അടുത്ത് പറയുകയാണ്, അല്ലെങ്കിൽ ഇവർ പറയുകയാണ് ഈ വൈറ്റമിൻ സപ്ലിമെൻ്റ് ആണ് നല്ലത് എന്നൊരു അഡ്വർടൈസ്മെൻറ്റിൽ കാണുകയാണ്. അപ്പോൾ അവിടെ ഡോക്ടർ അല്ലേ പറഞ്ഞത് എന്ന് കരുതി നമ്മൾ അതിനോട് കംപ്ലൈ ചെയ്യും അല്ലെങ്കിൽ നമ്മൾ എഗ്രി ചെയ്യും. ഇതാണ് ടാക്ടിക്സ് ബേസ്ഡ് ഓൺ അതോറിറ്റി പറയുന്നത്. പിന്നെ വരുന്നത് ടാക്ടിക്സ് ബേസ്ഡ് ഓൺ സ്കേഴ്സിറ്റി. സ്കേഴ്സിറ്റി എന്താണ്? ഇവിടെ സാധനങ്ങൾ ചിലപ്പോൾ കുറവിൽ അവൈലബിലിറ്റി ആയതിനാണ് നമ്മൾ സ്കേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ഇറ്റ്സ് എ ജനറൽ റൂൾ ഓഫ് ലൈഫ് ദാറ്റ് തിങ്സ് ദാറ്റ് ആർ സ്കേഴ്സ്, റെയർ ഓർ ഡിഫിക്കൽട്ട് ടു പോസസ് ആർ വ്യൂഡ് ആസ് ബീങ് മോർ വാല്യുബിൾ ദാൻ ദോസ് ദാറ്റ് ആർ ഈസി ടു ഒബ്റ്റെയിൻ. ഇവിടെ സ്കേഴ്സ് ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ അല്ലെങ്കിൽ സ്കേഴ്സ് ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ നമ്മൾ കുറച്ചുകൂടെ വാല്യുബിൾ ആയിട്ട് കാണും. ഇപ്പോൾ കോവിഡിൻ്റെ സമയത്തായിരുന്നെങ്കിൽ ആൾക്കാർ ഫാർമസി ടു ഫാർമസി റൺ ചെയ്യുമായിരുന്നു. എന്തിന്? സാനിറ്റൈസർ വാങ്ങാൻ അല്ലെങ്കിൽ മാസ്ക് വാങ്ങാൻ. ഇവിടെ ആക്ച്വലി അതിന് മുമ്പേ സാനിറ്റൈസേഴ്സും ഉണ്ട്, അതിന് മുമ്പേ മാസ്ക്സും ഉണ്ട്. ബട്ട് ഇറ്റ് വാസൻറ്റ് മച്ച് ഓഫ് എ വാല്യൂ ടു us. എപ്പോഴാണ് ഇത് നമുക്കത് വാല്യൂ ആയി തുടങ്ങിയത്? വെൻ ഇറ്റ് ബിക്കെയിം സ്കാർസ്. അപ്പോൾ ഇതാണ് ടാക്ടിക്സ് ബേസ്ഡ് ഓൺ സ്കേഴ്സിറ്റി പറയുന്നത്. സ്കേഴ്സ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ നമ്മൾ കൂടുതൽ വാല്യുബിൾ ആയിട്ട് കാണാനുള്ള സാധ്യതയും കൂടുതലാണ്. പിന്നെ വരുന്നത് അതർ ടാക്ടിക്സ് ഫോർ ഗെയിനിങ് കംപ്ലയൻസ് ആണ്. ഇവിടെ മെനി ടാക്ടിക്സ് ഫോർ ഇൻഡക്റ്റിംഗ് കംപ്ലയൻസ് സീം ടു റെസ്റ്റ് ഓൺ ദ ബേസിക് പ്രിൻസിപ്പിൾ ഡിസ്ക്രൈബ് ബൈ സിയാൽഡിനി. സിയാൽഡിനിയുടെ പ്രിൻസിപ്പിളിനെ റെസ്റ്റ് ചെയ്യുന്നതാണ് പല ബേസിക് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ബേസിക് ടാക്ടിക്സ് ഫോർ ഗെയിനിങ് കംപ്ലയൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ വൺ ഓഫ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ഓഫ് ദീസ് ഇൻവോൾവ് ചെയ്യുന്നത് ഒരു ആക്ഷനാണ് ഇൻ വിച്ച് മോസ്റ്റ് ഓഫ് us എൻഗേജ് എവറി ഡേ. അത് കംപ്ലൈനിങ് ആവാം, ഇറ്റ് ഇൻവോൾവ്സ് എക്സ്പ്രഷൻസ് ഓഫ് ഡിസ്കണ്ടൻറ്റ് ആവാം, അല്ലെങ്കിൽ ഡിസ്സാറ്റിസ്ഫാക്ഷൻ വിത്ത് വൺ സെൽഫ് ആവാം. ഇതൊക്കെ നമ്മളെ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്ന ആക്ഷൻസ് ആണ്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ വിത്ത് വൺ സെൽഫ് ഓർ സം ആസ്പെക്ട് ഓഫ് ദി എക്സ്റ്റേണൽ വേൾഡ്. ആൻഡ് ഓഫൻ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് സിമ്പിൾ എക്സ്പ്രഷൻ ഓഫ് പേഴ്സണൽ സ്റ്റേറ്റ്സ് ആണ്, അല്ലെങ്കിൽ കമൻറ്റ്സ് ഓൺ ദ എക്സ്റ്റേണൽ വേൾഡ് ആണ് സംടൈംസ്. ഹവർ കംപ്ലൈൻറ്റിനെ നമ്മളൊരു ടാക്ടിക് ഓഫ് സോഷ്യൽ ഇൻഫ്ലുവൻസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഓ ദാറ്റ് ഇസ് നോട്ട് നൈസ്, ദാറ്റ് ഇസ് നോട്ട് എ നൈസ് മെത്തേഡ് ഓഫ് ഡൂയിങ് തിങ്സ് എന്ന് നമ്മൾ പറഞ്ഞ് കംപ്ലൈൻ ചെയ്യുമ്പോൾ അതൊരു ടാക്ടിക്കാണ് ടു ഫോളോ, അല്ലെങ്കിൽ എ ടാക്ടിക് ഓഫ് സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്നാണ് ഇവിടെ പറയുന്നത് ഇൻ അതർ ടാക്ടിക്സ് ഫോർ ഗെയിനിങ് കംപ്ലയൻസ്. If our tendency to ignore many requests from strangers is indeed due to such mindlessness, then anything that shocks people out of this mindless state and gets them to think about a request might increase compliance with it. ഇവിടെ എന്താണ് പറയുന്നത്? ചില സമയത്ത് നമ്മൾ സ്ട്രേഞ്ചേഴ്സ് ഒരു റിക്വസ്റ്റ് ചോദിക്കുമ്പോൾ ഇൻഡീഡ് നമ്മൾ മൈൻഡ്ലെസ്ലി ആയിട്ട് ഷോക്ക് ചെയ്യുന്ന ആൾക്കാരെ വിൽ ബി ലൈക്ക് വി കാൻ ഡു ഇറ്റ്. ഇപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം ഔട്ട് ഓഫ് ദിസ് നമ്മളൊരു മൈൻഡ്ലെസ് സ്റ്റേറ്റിൽ ഔട്ടാണ് ചെയ്യുന്നതെങ്കിൽ ദിസ് ഗെറ്റ്സ് ദം ടു തിങ്ക് അബൌട്ട് ദ റിക്വസ്റ്റ്. ഇവർ നമ്മൾ ആൾക്കാർ ആലോചിച്ച് തുടങ്ങിയാണ് വാട്ട് വാസ് ദ റിക്വസ്റ്റ് അബൌട്ട്. ആൻഡ് അങ്ങനെ തിങ്ക് ചെയ്യുന്നതിലൂടെ തന്നെ ഇവിടെ കംപ്ലയൻസും ഇൻക്രീസ് ആവുകയാണ്. ആൻഡ് ഈ റീസണിങ് എന്ന് പറയുന്നത് ഇസ് ദ ബേസിസ് ഫോർ ദ പീക്ക് ടെക്നിക്. പീക്ക് ടെക്നിക്ക് എന്താണ്? ഒരു പ്രൊസീജിയറാണ് ഫോർ ഇൻക്രീസിങ് കംപ്ലയൻസ് ബേസ്ഡ് ഓൺ പീക്കിംഗ് ദ ടാർഗറ്റ് പേഴ്സൺസ് ഇൻട്രസ്റ്റ്. ഇവിടെ അവർ നമ്മളോട് നോ പറയുകയാണെങ്കിലും ചിലപ്പോൾ അവരുടെ ഇൻട്രസ്റ്റ് പീക്ക് ആവും. ചിലപ്പോൾ അവർ ആലോചിക്കും ഓ ഇപ്പം എന്താണ് അവർ എക്സാക്ട്ലി എന്നോട് ചോദിച്ചത്, അതിനെപ്പറ്റി കുറച്ചുകൂടെ ഒന്ന് പഠിക്കണമല്ലോ എന്നവരുടെ ഇൻട്രസ്റ്റ് പീക്ക് ആവും. ഇതും വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു ടാക്ടിക്കാണ്. അപ്പം നമ്മൾ ഈ സെക്ഷനിൽ നോക്കിയത് എന്താണ്? കംപ്ലയൻസ് എന്താണ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കംപ്ലയൻസ് ടെക്നീക്സ്, ഇതൊക്കെയാണ് നമ്മൾ ഈ സെക്ഷനിൽ കവർ ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു ആസ്ക്. താങ്ക് യു സോ മച്ച്.